സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായ ചന്ന മസാലയും ബട്ടൂരിയുമാണ്. വ്യത്യസ്തങ്ങളായ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇഷ്ടപ്പെടുന്നവരാണല്ലോ നമ്മൾ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ബട്ടൂരിക്കുള്ള മാവ് കുഴച്ച് വയ്ക്കാം. ഒരു പാത്രത്തിൽ 2 കപ്പ് മൈദ എടുക്കുക. ഇനി ഇതിലേക്ക് 2 സ്പൂൺ റവ ചേർക്കുക. 1/2 സ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ എണ്ണയും 1 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ സോഡാപ്പൊടി കൂടി ചേർക്കുക. എല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം 1/4 കപ്പ് തൈര് കൂടി ചേർക്കുക. വെള്ളം ഒഴിക്കാതെ ആദ്യം എല്ലാം നന്നായി മിക്സ് ചെയ്യുക. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് അധികം ബലം പ്രയോഗിക്കാതെ കുഴയ്ക്കുക. ഏകദേശം നല്ല സോഫ്റ്റായി കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത പരുവത്തിൽ കുഴച്ച് മേലെ കുറച്ച് എണ്ണ തൂവി വയ്ക്കുക. നമ്മൾ കുഴച്ച മാവിന് മുകളിൽ നനച്ച തുണി കൊണ്ട് മൂടി 2 മണിക്കൂർ വയ്ക്കുക. ഈ സമയം നമ്മൾക്ക് ചന്ന മസാല തയ്യാറാക്കാം. ഇതിന് തലേന്ന് തന്നെ 1 കപ്പ് വെള്ളക്കടല കുതിർക്കാൻ വയ്ക്കുക. 8 തൊട്ട് 10 മണിക്കൂർ കുതിർത്തെങ്കിലേ കടല നന്നായി വെന്ത് വരികയുള്ളൂ. തലേന്ന് രാത്രി കിടക്കാൻ പോകുമ്പോൾ കടല വെള്ളത്തിലിട്ടാൽ രാവിലെ ആകുമ്പോഴേക്കും കടല നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ടാകും. ഇനി ഈ കടല കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. 1/4 സ്പൂൺ ഉപ്പ് കൂടി ചേർക്കുക. ഇനി കടല മുങ്ങിക്കിടക്കത്തക്കവണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കുക. കടല പെട്ടെന്ന് വെന്ത് കിട്ടാൻ 1/4 സ്പൂൺ സോഡാപ്പൊടി കൂടി ചേർക്കാം. ഇത് നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി കടല 5 വിസിൽ വരുന്നത് വരെ വേവിക്കുക. കടല നല്ലപോലെ വെന്തിരിക്കണം. ഇനി നമ്മൾക്ക് മസാല തയ്യാറാക്കാം. ഗ്യാസ് കത്തിച്ച് ഒരു കടായി വയ്ക്കുക. കടായി ചൂടായി വരുമ്പോൾ 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായാൽ ബ്രിഞ്ചി ഇല, നമ്മൾ ബിരിയാണിക്ക് ചേർക്കുന്ന ഇല, 1 എണ്ണം, 4 ഗ്രാമ്പൂ, 1 കഷ്ണം പട്ട, 1 ഏലക്ക എന്നിവ ചേർത്തതിന് ശേഷം 1 സ്പൂൺ സാദാ ജീരകം കൂടി ചേർത്ത് വഴറ്റുക. ജീരകം മൂത്ത് കഴിഞ്ഞാൽ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ഗ്യാസ് സിമ്മിൽ വെച്ച് വേണം ഇതെല്ലാം ചെയ്യേണ്ടത്. അതിനുശേഷം 1 സവാള ചെറുതായി നുറുക്കിയത് ചേർത്ത് വഴറ്റുക. സവാള വാടി ബ്രൗൺ കളറാവുമ്പോൾ മസാലപ്പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ സാദാ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ജീരകപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ ആംചൂർ പൗഡർ അതായത് ഡ്രൈ മാംഗോ പൗഡർ, 1/2 സ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക. കടല വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിരുന്നു, അതുകൊണ്ട് ഈ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. കാശ്മീരി മുളക് പൊടിക്ക് എരിവ് കുറവായിരിക്കും, കറിക്ക് നല്ല കളർ കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ കയ്യിൽ ഏത് മുളക് പൊടിയാണോ അത് യൂസ് ചെയ്യുക. അതുപോലെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിനനുസരിച്ച് മുളക് പൊടി ചേർക്കുക. ഇനി ഇതെല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. അതിനുശേഷം 3 തക്കാളി അരച്ചത് ചേർക്കുക. വലിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം അരച്ച് ചേർത്താൽ മതി. ഇനി നന്നായി വഴറ്റിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്കിടെ തുറന്ന് ഇളക്കി കൊടുക്കുക. മസാലയിൽ നിന്നും എണ്ണ തെളിയുന്നത് വരെ വഴറ്റുക. മസാല വഴറ്റുന്നതിനനുസരിച്ചാണ് കറിക്ക് സ്വാദ് കൂടുക. എണ്ണ തെളിഞ്ഞ് മസാല മൂത്ത നല്ല മണം വരുമ്പോൾ വേവിച്ച് വെച്ച കടല ചേർക്കുക. വേവിച്ച വെള്ളത്തോടു കൂടി ചേർക്കണം. വേവിച്ച കടലയിൽ നിന്നും നമ്മൾ 1/4 കപ്പ് കടല മാറ്റി വെച്ചിട്ട് വേണം കടല ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി കറിക്ക് എത്ര തിക്നെസ് വേണമോ അതിനനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാൾ എപ്പോഴും ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. ഇനി അടച്ചു വെച്ച് വേവിക്കുക.
നമ്മൾ മാറ്റിവെച്ച കടല അരച്ചത് ചേർത്ത് കൊടുക്കാം. കറിക്ക് കൊഴുപ്പ് കിട്ടാനാണ് കടല അരച്ച് ചേർക്കുന്നത്. ഉപ്പ് കറക്റ്റാണോ എന്ന് രുചിച്ചു നോക്കുക. കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. കറക്റ്റ് ആയതുകൊണ്ട് നമ്മൾ മൂടി വെച്ച് കറി കുറുകുന്നത് വരെ തിളപ്പിക്കുക. അതിനുശേഷം താളിച്ചൊഴിക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 2 സ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യിനു പകരം എണ്ണയും യൂസ് ചെയ്യാം. നെയ്യോ ബട്ടറോ ചേർക്കുമ്പോൾ കറി കൂടുതൽ സ്വാദിഷ്ടമാവും. നെയ്യ് ചൂടായാൽ ഒരു പച്ചമുളക് 2ആയി മുറിച്ചത്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് വഴറ്റുക. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് വഴറ്റി കറിയിലേക്ക് ചേർക്കുക. ഇനി മല്ലിയില കൂടി തൂവി വാങ്ങി വയ്ക്കാം. ചന്ന മസാല കുറച്ച് തിക്കായിട്ടാണ് തയ്യാറാക്കേണ്ടത്. നല്ല സ്വാദിഷ്ടമായ ചന്ന മസാല റെഡിയായി. ഇനി നമ്മൾക്ക് ബട്ടൂര വറക്കാനുള്ള എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ബട്ടൂര പരത്തിയെടുക്കാം. നമ്മൾ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവിൽ നിന്നും 1 ഉരുള മാവെടുക്കുക. ഇനി ഇത് റെക്റ്റാങ്കിൾ ഷേപ്പിലോ അല്ലെങ്കിൽ റൗണ്ടിലോ പരത്തുക. കുറച്ച് തിക്കിൽ വേണം പരത്തുവാൻ. നമ്മൾ കുഴയ്ക്കുമ്പോൾ റവ ചേർത്തത് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ്. അതുപോലെ ഷുഗർ ചേർക്കുന്നത് ബട്ടൂരയ്ക്ക് നല്ല ഗോൾഡൻ കളർ കിട്ടാനാണ്. നമ്മൾക്ക് എത്ര എണ്ണം ബട്ടൂര വേണം അത്രയും പരത്തി വയ്ക്കുക. എണ്ണ നല്ലപോലെ ചൂടായാൽ നമ്മൾ പരത്തിയ ബട്ടൂരകൾ ഓരോന്നായി ഇട്ട് കൊടുക്കുക. ഓരോന്നും മെല്ലെ അമർത്തി കൊടുത്താൽ ബട്ടൂര നല്ലപോലെ പൊന്തി വരും. ഇത് 2 വശവും തിരിച്ചും മറിച്ചുമിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ കോരി മാറ്റുക. ബട്ടൂര ഓരോന്നും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ നല്ലപോലെ ചൂടുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ നമുക്കാവശ്യമായ എല്ലാ ബട്ടൂരയും വറുത്തെടുക്കുക. ഇനി ഇത് നമ്മൾക്ക് സെർവ് ചെയ്യാം. ഇത് കുട്ടികൾക്കും ജോലിക്ക് പോകുന്നവർക്കും ലഞ്ചിന് കൊണ്ടുപോകാവുന്ന കിടിലൻ വിഭവമാണ്. നമ്മുടെ ചന്ന മസാലയുടെ മുകളിൽ കുറച്ച് മല്ലിയിലയും ഫ്രഷ് സവാള നുറുക്കിയതും ഇട്ട് അലങ്കരിക്കാം. നല്ല സോഫ്റ്റ് സൂപ്പർ ഡെലീഷ്യസ് ബട്ടൂര ആൻഡ് ചന്ന മസാല റെഡി. സ്വാദ് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കിയതിന് ശേഷം പറയുക. ഇത് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഉണ്ടാക്കാവുന്നതാണ്. ഈ വിഭവം ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒട്ടും അമാന്തം കാണിക്കേണ്ട. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു കിടിലൻ വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.